have with us Mr. Ananthakrishnan, who was a CAT 21 student, and he has joined Mica Ahmedabad. So he would want to spend around 5 or 10 minutes with us speaking about Mica, about his life with Mica, and a few things about how the life looks at the actual MBA college. And those for CAT 24 students probably do not know, Mica is one of the best in Asia if you would want to get into marketing, branding, and corporate communications. So every year we have 1 or 2 students who join Mica Ahmedabad, and CAT 21 it happened to be the turn of Mr. Ananthakrishnan. Ananthakrishnan, please. Hello. So, എൻ്റെ പേര് അനന്തകൃഷ്ണൻ. So എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി ഞാൻ പഠിച്ചത് BCom ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞാൻ കോഗ്നിസന്റിൽ ജോയിൻ ചെയ്തു. സിസ്റ്റംസ് എഞ്ചിനീയർ ആയിരുന്നു. 2 വർഷം കോഗ്നിസന്റിൽ വർക്ക് ചെയ്തു. ആ സമയത്താണ് ഞാൻ ആദ്യം CAT അറ്റംപ്റ്റ് ചെയ്തത്. സോ ഇത് കൊറോണയുടെ സമയത്തായിരുന്നു, ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ ജോലി ഇതും കൂടി മിക്സ് ആയപ്പോൾ അറ്റൻഡ് ചെയ്തപ്പോൾ മാർക്ക് അധികം കിട്ടിയില്ല. ബട്ട് ത്രൂ ഔട്ട് ആ ടൈമിലും എനിക്ക് ആക്ച്വലി മൈക്കിനെ കുറിച്ച് മുന്നേ അറിയായിരുന്നു. സോ ഇറ്റ്സ് എ മാർക്കറ്റിംഗ് കോളേജ്. ബേസിക്കലി ഫസ്റ്റ് ഇയർ തൊട്ടേ നിങ്ങൾക്ക് ഒരൊറ്റ സ്പെഷ്യലൈസേഷൻ ഉള്ളൂ, ജസ്റ്റ് മാർക്കറ്റിംഗ്. ഇഫ് യു ആർ ലുക്കിംഗ് ടു ഗോ ഫോർ ഫിനാൻസ്, ഓപ്പറേഷൻസ്, കൺസൾട്ടിംഗ്, എനി ഓഫ് ഇറ്റ്, this is not your place. But if you are looking for core marketing and if you want to go into media also, basically your TV channels, radio, ഇതിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ Mica is your best option. Basically, so മൈക്കയിലേക്ക് നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ there is 2 exams. ഫസ്റ്റ് നിങ്ങൾ CAT അല്ലെങ്കിൽ XAT, ഇതിലേതെങ്കിലും ഒന്നിൽ ഓൾമോസ്റ്റ് 90% ആയിട്ട് കട്ട് ഓഫ് വേണം. ആ കടമ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് വരുന്നത് MyCAT പറഞ്ഞൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഈ MyCATന് നിങ്ങൾ ഈ CATന് പ്രിപ്പയർ ചെയ്യുന്നതിനും കൂടുതൽ ഒരു ക്രിയേറ്റീവ് സെക്ഷൻ ഉണ്ട് അതിൽ. സോ ബേസിക്കലി യു വിൽ ബി ഗിവൺ സ്റ്റോറി ബോർഡ്, ഒരു 4 ഫോട്ടോ കാണിച്ച് അതുകൊണ്ട് ഒരു കഥ ഉണ്ടാക്കാൻ പറയും. ഒരു 3 ടോപ്പിക് തന്നിട്ട് അതിന് വേണ്ടിയും അതിനെതിരെയും ഇതും പറഞ്ഞതെല്ലാം ഉപരി മാനേജർ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ള ഒരു തീരുമാനമാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ടെസ്റ്റും കൂടി പാസ്സായാൽ ഇത് രണ്ടിൻ്റെയും സ്കോറിൻ്റെയും ക്യുമുലേറ്റീവ് എടുത്തിട്ടായിരിക്കും മൈക്കയിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ തീരുമാനിക്കുക. സോ ഞാൻ ഫസ്റ്റ് ടൈം CAT അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ സ്കോറും ഈ എക്സാമിൻ്റെ ജോലിയുടെ ഇടയിൽ ഞാൻ പോയി അറ്റൻഡ് ചെയ്തത് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ വന്ന് ടൈമിൽ ജോയിൻ ചെയ്തത്. അഗെയിൻ സൺഡേ ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടായി. കാരണം കൊറോണയുടെ സമയത്ത് സൺഡേ ക്ലാസ്സും വീക്ക് ഡേയിൽ ഓൺലൈൻ ക്ലാസ് പോലെ കൺവേർട്ടായി. അങ്ങനെയാണ് എനിക്ക് ജിമ്മിൽ അഡ്മിഷൻ കിട്ടിയ ആ വർഷം. അപ്പോൾ ഞാൻ യാസിൻ സാറിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ ഞാൻ പോണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാതെ എനിക്ക് മൈക്കയിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞു പിടിക്കുകയാണെങ്കിൽ കുളിക്കുമ്പോൾ തന്നെ പിടിക്കണം. അങ്ങനെ ഞാൻ ജിമ്മിൽ പോകണ്ടെന്ന് വെച്ചു. വീണ്ടും ജോലി റിസൈൻ ചെയ്തിട്ട് ടൈമിൽ വന്ന് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഇരുന്ന് പഠിച്ചു. CAT എഴുതി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ വീണ്ടും തിരിച്ച് എക്സെഞ്ചറിൽ ജോയിൻ ചെയ്തു. കാരണം നിങ്ങൾക്ക് CAT കഴിഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഹാവ് എ ഗ്യാപ്പ് ഇയർ ബിറ്റ്വീൻ മൈ എന്താ പറയുക കരിയറിൻ്റെ ഇടയിൽ. സോ CAT എഴുതി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും ജോലിക്ക് കയറി. ആ സമയത്തായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം കോളേജുകളുടെ. സോ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെറുതെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ പോയി ഇൻ്റർവ്യൂ കിട്ടും. ജോലി കിട്ടുമല്ലോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യും. ജോലികൾക്ക് ഇങ്ങനെ പലതായിട്ട് അപ്ലൈ ചെയ്യും. അത് കാരണം ഇൻ്റർവ്യൂ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. അറ്റൻഡ് ചെയ്ത എല്ലാ ഇൻ്റർവ്യൂ കൺവേർട്ട് ചെയ്യാനും പറ്റി. നൗ വിൽ കം ടു കോളേജ്. സോ സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും CAT ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പമുള്ളത് ഭാഗം. അപ്പോൾ ഈ CAT കഴിഞ്ഞ് നിങ്ങൾ കോളേജിലേക്ക് വരുമ്പോഴാണ് ദി ആക്ച്വൽ ഫൺ ബിഗിൻ. സോ എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആയിട്ട് ഷെഡ്യൂൾ നിൽക്കുന്നുണ്ടാവില്ല. കാരണം മോർണിംഗ് 9 o'clock ക്ലാസ് തുടങ്ങിയാൽ വൈകുന്നേരം 4 മണി വരെ ക്ലാസ് ഉണ്ടാവും. 3 ട്രൈമസ്റ്റേഴ്സ്, ഒരു ട്രൈമസ്റ്ററിൽ 13 സബ്ജക്ട് വെച്ചിട്ടുണ്ടാവും. എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഒരു മിഡ് ടേം ഉണ്ടാവും, ഒരു എൻഡ് ടേം ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരു 2 അസൈൻമെന്റ് സബ്മിഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 50 ലെവൽ ഓഫ്
എന്താ പറയുക എക്സാമിനേഷൻസ് നിങ്ങൾക്ക് ഒരു ഒറ്റ ടേമിലുണ്ടാവും. അങ്ങനെ 3 ടേമിൽ ഇതേ സെയിം റെപ്പിറ്റേഷൻ 13 മൊത്തം 29 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഈ എല്ലാ കോളേജുകളിലെയും പാറ്റേൺ ഇത് തന്നെയാണ്. ഇതൊക്കെ കൂടാണ്ട് ഓരോ കോളേജിലും മിനിമം ഒരു 10 to 15 സ്റ്റുഡൻറ് കമ്മിറ്റീസ് ഉണ്ടായിരിക്കും. കോളേജുകൾ മൊത്തം റൺ ചെയ്യണതും ഈ സ്റ്റുഡൻറ് കമ്മിറ്റീസ് ആയിരിക്കും. സോ ഈ സ്റ്റുഡൻറ് കമ്മിറ്റി സ്പോർട്സ് മുതൽ യുവർ പ്ലേസ്മെന്റ് വരെ ഹാൻഡിൽ ചെയ്യുന്ന ഈ സ്റ്റുഡൻസ് ആയിരിക്കും. ത്രൂ ഔട്ട് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ കമ്മിറ്റീസ് ഇവരുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ കമ്മിറ്റീസ് ഡെയിലി ഓരോ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ കൂടി യുവർ day ends at around 3 to 4 a.m. That is next day. And again next day 9 o'clock onwards your classes starts. Now your second or third term like Michael പോകുമ്പോൾ your classes ends at 10 o'clock because ക്ലാസ് എടുക്കാൻ വരുന്നത് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ അവരുടെ ജോലി കഴിഞ്ഞ് നമ്മുടെ കോളേജിലേക്ക് എത്തുമ്പോൾ 5 മണിയാവും. ക്ലാസ് തുടങ്ങുമ്പോൾ രാത്രി 6 മണിയായിരിക്കും. ക്ലാസ് കഴിയുമ്പോൾ 8 മണിയാവും. ആർക്കും പറയാൻ പറ്റില്ല വീട്ടിൽ പോകണമെന്ന്. കാരണം യു ആർ സ്റ്റേയിങ് ഇൻ ദാറ്റ് കോളേജ് ഓൺലി. ഓൾ ദീസ് കോളേജസ് ആർ റെസിഡൻഷ്യൽ പ്രോഗ്രാംസ്. സോ ഫാക്കൽറ്റീസും അവിടെ തന്നെ താമസിക്കുന്നുണ്ടാവുക. സെക്കൻഡ് ഇയർ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. കാരണം മോർണിംഗ് ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയേഴ്സിന് ക്ലാസ് തുടങ്ങുന്നു. സെക്കൻഡ് ഇയർ ലൈഫ് ഇസ് മോസ്റ്റ്ലി യുവർ നൈറ്റ് ലൈഫ് ഇൻ മൈക്ക. ഇതെല്ലാം ഇത് നിങ്ങളുടെ പ്ലേസ്മെന്റിലേക്ക് വരുമ്പോൾ അഗെയിൻ ഐ തിങ്ക് സം ഓഫ് യു മൈറ്റ് ഹാവ് റീച്ച്ഡ് ദി അലുംനൈസ്. കുറെ CV ഒരു നമുക്കിപ്പോൾ നിങ്ങൾ SOP ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. നൗ കോളേജുകൾക്ക് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു CV ഉണ്ടായിരിക്കും ബേസിക്കലി. സോ ഈ CVയിൽ എന്ത് എഴുതണമെന്നുണ്ടെങ്കിലും യു വിൽ നീഡ് എ പ്രൂഫ് ഫോർ ഇറ്റ്. ഇപ്പൊ ഞാൻ പറയാണ് ഐ ഹാവ് ഡൺ ദിസ് ഫോർ മൈ കോളേജ്, ഐ ഹാവ് ഡൺ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കോളേജിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രൂഫ് ഇല്ലാണ്ട് CV-യിൽ നിങ്ങൾക്ക് ഒരു വരി പോലും ആഡ് ചെയ്ത് ചേർക്കാൻ പറ്റില്ല. Now another thing they would look for is ഈ CVs-ൽ ന്യൂമറിക്കൽസ് ഉണ്ടോ, അതായത് നമ്മൾ ഇതിനെ സ്പൈക്ക് പോയിന്റ്സ് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഐ ഹാവ് റേസ്ഡ് 20 lakhs for an organization in my college for its charitable. അങ്ങനെ പറയുമ്പോൾ അതൊരു ന്യൂമറിക്കൽ സ്പൈക്ക് ആയി നിങ്ങളുടെ CV പോയിന്റ്. അപ്പം ഇങ്ങനെയുള്ള പോയിന്റ്സ് ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പിനായാലും നിങ്ങളുടെ ഫൈനാൻസിനായാലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് CV ഇപ്പോൾ ഒരു HR പോലും ഇരുന്ന് വായിക്കുന്നില്ല. ഈ CV ഒക്കെ ഡയറക്ട്ലി ഒരു AI ബോട്ട് ഇരുന്നിട്ട് മോസ്റ്റ് ഓഫ് ദ MNCs ആ ബോട്ടായിരിക്കും ഇത് റീഡ് ചെയ്യുക. അപ്പൊ അത് ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ പോയിന്റ്സുകളായിരിക്കും. ഡു യു ഹാവ് സം സ്പെസിഫിക് ന്യൂമറിക്കൽ വാല്യൂസ്? നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ കാരണം വേറൊരു കമ്പനിക്കോ വേറൊരു ഓർഗനൈസേഷനോ സ്കൂളിനോ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് കമ്പനീസ് നോക്കുക. Again coming back to Mica, it's a very creative college. ടിപ്പിക്കൽ ഒരു MBA കോളേജ് പോലെ ഡയറക്റ്റ് വന്ന് നിങ്ങളെ എല്ലാ ഫിനാൻസും HR എല്ലാം പഠിപ്പിക്കില്ല. Day 1 onwards you will start teaching about marketing 101. Now ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നതായാലും ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കും. എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നതിൽ BCCIയുടെ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കാൻ, സ്പോർട്സ് മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ പഠിപ്പിക്കാൻ വരുന്നതായാലും ഫാക്കൽറ്റീസ് ഉണ്ടാവും ക്ലാസ്സിൽ, പക്ഷെ അവർ അവരുടെ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ട് അവരാണ് പഠിപ്പിക്കുന്നത്. ഇ-കോമേഴ്സ് പഠിപ്പിക്കാനായിട്ട് വന്നത് ആമസോണിന്റെ റീറ്റെയിൽ ബ്രാൻഡ് ഹെഡ് ആയിരുന്നു. അപ്പോൾ അതൊരു റീസൺ ആണ് ഇങ്ങനത്തെ കോളേജിൽ നിന്ന് കയറി പറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വൺ ഇസ് നെറ്റ്വർക്കിംഗ്. എനിക്കിപ്പോൾ ഇവരായിട്ടൊക്കെ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട്. ലൈക്ക് നമ്മൾ ക്ലാസ് കഴിഞ്ഞാലും അവരെ നമ്മൾ സംസാരിക്കും, അവരുടെ നമ്പർ നമുക്ക് ഷെയർ ചെയ്യും. സോ ഇപ്പോൾ നെക്സ്റ്റ് ആസ്പിറൻസ് ആയാലും why I should join these top colleges is because that this is actually you are skipping your hard work of ഒരു പടി കയറി 2 പടി കയറി ഡയറക്റ്റ് നിങ്ങൾ പോകുന്നത് ലെവൽ 5 ലെവൽ 6 റോൾസിലായിരിക്കും. പിന്നെന്താ പറയാ, ഹോസ്റ്റൽ ലൈഫ് ആയാലും എൻജോയ്മെന്റ് ഇതിലൊക്കെ നിങ്ങൾ സമയം കണ്ടുപിടിക്കും. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ലൈക്ക് റിയൽ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതും കൂടിയാണ് MBA ലൈഫിൽ നിങ്ങൾ പഠിക്കുക. ഇപ്പൊ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഐ ഫിനിഷ്ഡ് മൈ സമ്മർ ഇന്റേൺഷിപ്പ്. ഐ വാസ് വർക്കിംഗ് ഇൻ ITC. മൈ റോൾ വാസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സോ ബേസിക്കലി കമ്പനിയിൽ പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗ ടു ഇംപ്രൂവ് ദ ടെക്നോളജി ഇൻ ദ പെർസ്പെക്ടീവ് ഓഫ് ദ സെയിൽസ്മെൻ എന്നുള്ളതായിരുന്നു എൻ്റെ റോള്. Mangaldeep, if you would have heard of it, it's an Agarbatti brand. That was the brand for which I was working for. Now, ഈ internship-ൽ കയറണമെന്നുണ്ടെങ്കിൽ your only pathway is you should have been a student in Mica or any of the top colleges. Now, these companies don't go to any other colleges other than the top 24 colleges in India.
സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള റോളുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ എന്താ പറയുക, നിങ്ങൾ അങ്ങനത്തെ കോളേജുകളുടെ പ്ലേസ്മെന്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനത്തെ കമ്പനീസ് ഏത് റോൾസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോളേജുകളിൽ വരുന്നത് എന്നുള്ളത്. മോറോവർ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ടോപ്പ് കോളേജിൽ കയറുകയാണെങ്കിൽ കേസ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഈ ഓരോ കേസ് കോമ്പറ്റീഷൻസിനും ഫസ്റ്റ് പ്രൈസ് ഒക്കെ വരുന്നത് 5 to 6 lakhs ഒക്കെയാണ്. ഇതും ഈ കേസ് കോമ്പറ്റീഷൻസ് നിങ്ങൾ എലിജിബിൾ ആണോ, ഇതിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗെയിൻ യു ഹാവ് ടു ബി എ സ്റ്റുഡൻറ് ഓഫ് ദീസ് പർട്ടിക്കുലർ കോളേജസ്. ആ പർട്ടിക്കുലർ കോളേജസിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ യു വോണ്ട് ബി ഏബിൾ ടു അപ്ലൈ ടു. സോ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ കോളേജിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ വെരി ഹൈ അൺലെസ് ആൻഡ് അൺടിൽ യു ഗെറ്റ് ഇൻ ടു ദ ടോപ്പ് ഓഫ് ദ കോളേജസ്. സോ അന്ന് സാറ് പറഞ്ഞ പോലെ പുളിക്കൊമ്പിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിലൊന്നും കയറാൻ പറ്റില്ലായിരുന്നു. സോ താങ്ക് യു. You have any questions you can ask? Any questions? No questions. Thank you. Thanks, Anand. We also have with us Mr. Jaydeep Pisharati, who was a CAT 22 student who got into Dalmia, Mumbai. He would also want to share some 5 to 10 minutes with us.